റമൽ ചുഴലിക്കാറ്റ് പശ്ചിമബംഗാളിൽ കരതൊട്ടു. മണിക്കൂറിൽ 110 മുതൽ 120 കിലോമീറ്റർ വരെ വേഗത്തിലാണ് കാറ്റ് വീശുന്നത്. കൊൽക്കത്ത വിമാനത്താവളം അടച്ചിട്ടു. പശ്ചിമബംഗാളിലെ തീരപ്രദേശത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മണിക്കൂറിൽ 110 മുതൽ 120 കിലോമീറ്റർ വരെ വേഗത്തിലാണ് ബംഗ്ലാദേശിലെ ഖാപ്പുപറയ്ക്കും പശ്ചിമബംഗാളിലെ സാഗർ ദ്വീപിനും മധ്യേ റമാൽ ചുഴലിക്കാറ്റ് കരതൊട്ടത്. കൊൽക്കത്ത, ഹുബ്ലി, ഹൗറ എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ്. സൗത്ത് 24 പർഗാനാസ് ജില്ലയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ദേശീയ ദുരന്ത നിവാരണ സേന മരങ്ങൾ മുറിച്ചുമാറ്റുകയാണ്. കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ശ്യാമപ്രസാദ് മുഖർജി തുറമുഖവും പ്രവർത്തനം നിർത്തിവെച്ചു. ഈസ്റ്റേൺ, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ചില ട്രെയിനുകൾ റദ്ദാക്കി. ബംഗാളിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് 1 ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ചുഴലിക്കാറ്റ് ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന സജ്ജമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി തെക്കൻ ബംഗാൾ തീരത്ത് 14 NDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. കരസേന, നാവികസേന, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സേനകളും ചുഴലിക്കാറ്റിനെ നേരിടാൻ സജ്ജമാണ്. ത്രിപുരയിൽ സംസ്ഥാന സർക്കാർ 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24.